ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ബെത്ലഹേം കുടുംബ യൂണിറ്റ് മറ്റൊരു ഓണവും നിവിൻ പോളി തൂക്കിയിരിക്കുകയാണെന്നാണ് എനിക്കിവിടെ ഹാർദവുമായി പറയാനുള്ളത്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഗിരീഷ് ഏടി തന്നെയാണ് എഴുതിയിരിക്കുന്നത്. കിരൺ ജോഷിയും പുള്ളിയുടെ പേന പിടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരനൊക്കെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫി അജ്മൽ സാബു ആണ്. പുള്ളി തന്നെയാണ് പ്രേമലുമൊക്കെ ചെയ്തേക്കുന്നത് കേട്ടോ. എഡിറ്റഡ് ബൈ ആകാശ് ജോസഫ് വർഗീസ്. നൈസ് എഡിറ്റിംഗ് ആണ് കേട്ടോ, ക്രിസ്പ്. വിഷ്ണു വിജയര മ്യൂസിക്. എസ്പെഷ്യലി ഇതിൻ്റെ ഒരു ഇൻ്റർവെൽ പഞ്ചിൽ പുള്ളി കൊടുത്തേക്കുന്ന ഒരു പ്രേമ സാധനമുണ്ട്. പ്രേമിക്കുന്നവരൊക്കെ ഇങ്ങനെ മുഴുകി അവിടെ ഇരിക്കും. ഭയങ്കര രസമുണ്ടായിരുന്നത്. പാട്ടുകളാണെങ്കിലും അത്യാവശ്യം നല്ലത് തന്നെയായിരുന്നു എന്ന് ഞാനിവിടെ പറയട്ടെ. നമ്മുടെ പിന്നെ എടുത്ത് പറയാനാണെങ്കിൽ ഞാൻ കാസ്റ്റിലോട്ടൊക്കെ വരാം. നമുക്ക് ആദ്യം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കട്ടെ. കമ്പോസർ, എഡിറ്റർ, പ്രൊഡ്യൂസർ, കോസ്റ്റ്യൂം ധന്യ ബാലകൃഷ്ണൻ, മേക്കപ്പ് റോണക്സ്. ഇതൊക്കെ പറയണം. അത് പറഞ്ഞാൽ ഈ പടം ഇതൊരു റോം കോം പടമാണ്. ദിസ് ഈസ് റൊമാൻറ്റിക് കോമഡി. നമ്മൾ ഈ ഇംഗ്ലീഷിൽ പഴയ കാലത്ത് ഇംഗ്ലീഷ് സിനിമയിലെ കാണണം. പിന്നെ നമുക്ക് അവിടെ ഇവിടെ ആയിട്ടൊക്കെ നമുക്ക് നമ്മളിപ്പോൾ കണ്ട പടം വിശ്വനാഥൻ സൺസിൻ്റെയൊക്കെ ഒരു കാച്ചൽ നമുക്ക് വരുന്നുണ്ട് ചെറിയൊരു സാധനത്തിൽ. അത് നിങ്ങൾക്ക് ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതേ കാച്ചൽ കുറച്ച് കീച്ചലൊക്കെ അവസാനമൊക്കെ ആയിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് എന്നാൽ പോലും ഇങ്ങനത്തെ ഒരു സാധനത്തിൽ അങ്ങനത്തെ ഒരു കാച്ചലേ നടക്കുകയുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ ബാലു മലയത്തൂറാണ് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയേണ്ട. ഭയങ്കര മനോഹരമായിട്ടാണ് ഈ സിനിമ എടുത്ത് വച്ചേക്കുന്നത്. ടെക്നിക്കൽ ടീംസ് deserves an appreciation, especially camera work is so magical and simple and humble. Editing, music, everything is outstanding. Our direction is fantabulous. Very nice direction, man. ഇത് രസമാണ്. ഗിരീഷ് ഏടി ഫ്രെയിം എന്ന് പറയുന്നത് നമ്മൾ ഈ പണ്ട് സത്യനന്ദിക്കാട് പ്രിയദർശൻ എന്നൊക്കെ പറയുന്ന പോലെ ഗിരീഷ് ഏടി ആ ലെവലായിട്ട് ഫാമിലി കോമഡി പടങ്ങൾ ചെയ്യാൻ എന്ത് രസമായിട്ടാണ് അങ്ങനെ കോമഡി ചെയ്തേക്കുന്നത് ഈ സിനിമയിൽ. ഓരോരോ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കളിയാക്കുന്നതിൻ്റെയൊക്കെ വെച്ചിട്ടൊക്കെ ഉള്ള കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഭംഗിയായിട്ടാണ് ഹ്യൂമർ ഈ സിനിമയിൽ വർക്കൗട്ട് ചെയ്തേക്കണം. ഭയങ്കര രസമാണ്. അതിപ്പോൾ നിവിൻ പോളി ആയിക്കോട്ടെ, പിന്നെ മമിത ബൈജു ഈ സിനിമയിൽ അടിപൊളിയായിരുന്നു. എനിക്ക് അതുവരെ ഈ ക്യൂട്ട്നെസ് വാരി മറ്റേ കണ്ണി പൊത്തുന്ന പരിപാടിയായിരുന്നു. പക്ഷേ ഈ പടത്തിൽ അതൊരു രസമായിരുന്നു. മമിത ബൈജുവിനെ നമുക്കിങ്ങനെ സ്ക്രീനിൽ അവരുടെ ആ ഒരു കെമിസ്ട്രിയും ആ ഒരു പ്രണയവും ഒക്കെ കാണാൻ എന്ത് രസമായിരുന്നു. ഷി വാസ് വണ്ടർഫുൾ മാൻ, പറയാതിരിക്കാൻ വയ്യ. അടിപൊളി. സംഗീത് പ്രതാപുണ്ട്, പിന്നെ അഭിരാം രാധാകൃഷ്ണൻ, സൃന്ദയുണ്ട്, റോഷൻ ഷാനവാസു. കിടിലായിരുന്നു കേട്ടോ പയ്യൻ. നമ്മുടെ പയ്യനാണ്, നമ്മളൊക്കെ പണ്ട് തൊട്ടേ അറിയാവുന്ന പയ്യനാണ്. അപ്പോൾ ആവേശത്തിലുണ്ടായിരുന്നു, ഇപ്പം ഈ പടത്തിലുണ്ട്. അടിപൊളിയായിട്ട് അവൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട്. അതേപോലെ എടുത്തു പറയേണ്ട മറ്റൊരാളാണ് സുരേഷ് കൃഷ്ണ. അതേപോലെ നമ്മുടെ ചൂരല്ല നമ്മുടെ പയ്യൻ മീനാക്ഷിയുണ്ട്, വിനയ് ഫോർട്ടുണ്ട്, ഒരുപാട് പേരുണ്ട്. ബിന്ദു പണിക്കറുണ്ട് ചെറിയൊരു വേഷത്തിൽ. ദർ ആർ ലോഡ് ഓഫ് പീപ്പിൾ ഇൻ ദിസ് പടം ആൻഡ് ദേ ഓൾ വെയർ അമേസിങ്. വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് കോമഡി പടം. നമുക്ക് സിമ്പിളായിട്ടിരുന്ന് ബോറടിക്കാതെ ചിരിച്ച് നല്ല ഒരു ചിരിയും ചിരിച്ച് സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റിയ ഒരു ഓണച്ചിത്രം. ഫാമിലി, പക്ക ഫാമിലി പടം. നോ വൃത്തികേട്, നോ നത്തിങ്, സിമ്പിൾ ആൻഡ് ഹമ്പിൾ, ക്യൂട്ട്, പൂക്കി, മാക്കറി എന്ന് വേണമെങ്കിലും ഇതിന് പറയാം. ഒരു ഏജ് ഗ്യാപ്പ് വരുന്ന ഒരു ക്രഷും പ്രണയവും. ക്രഷണ്ണ ആറാട്ടനെ പോലെ വിളിച്ചിട്ട് എനിക്ക് ക്രഷണ്ണ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ മനസ്സിലൊരു ചാഞ്ചാട്ടം ചാടുന്നതും ഇതൊക്കെയാണ്. സിമ്പിൾ കഥയാണ്. ബട്ട് ഇതിലെ സിറ്റുവേഷൻസ്, ഹ്യൂമർ, സോങ്സ്, മ്യൂസിക് അതൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു ഓണച്ചിത്രം. എൻ്റെ കാഴ്ചപ്പാടിൽ അണ്ണൻ തൂക്കി ചുവന്നൊക്കെ ആ സാധനമാണ്. ഭയങ്കര രസമുള്ള പടം. ഇവിടെ ഇതൊന്നും കൂടെ OTT വരുമ്പോൾ ഒന്നും കൂടെ ഇരുന്ന് കാണണം. അതാണ്. നമ്മുടെ ശ്യാമുണ്ട് കേട്ടോ, പ്രേമലു ടീം മൊത്തം ഉണ്ട്. ബട്ട് വെരി നൈസ് മൂവി മാൻ. എന്താ പടം, എന്താ സിമ്പിൾ പടം, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. പഴയ സത്യനന്ദിക്കാടിൻ്റെയൊക്കെ ഒരു സിനിമ കാണുന്ന ആ ഒരു ഫീല്. ഗിരീഷ് ഏടി, ഐ ആം പ്രൗഡ് ഓഫ് യു. ബാക്കി ഞാൻ എന്തുകൊണ്ടാണ് ഗിരീഷ് ഏടി യൂഷ്വലി ഇതേപോലെയൊക്കെ ഒരു ലൈറ്റ് ഹാർട്ടഡ് പടം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഡയറക്ടർമാരെടുക്കേണ്ടതെന്നും മറ്റേ ഈ ഡാർക്ക് ഭൗതികമായ. ഗിരീഷ് ഏടീൻ്റെ എനിക്കിഷ്ടപ്പെട്ട കാര്യം അതാണ്. ഹീ സ്റ്റിക്കിംഗ് ഓൺ ടു ഹിസ് സ്ട്രോങ് ഹോൾഡ് ആൻഡ് ഹീസ് ഡൂയിങ് ഇറ്റ് ഗ്രേറ്റ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്.
ഞാൻ എപ്പോഴും പേടിക്കണേ ഈ ഡയറക്ടർമാർ നല്ല ഫൺ പടം എടുത്തതിന് ശേഷം ഭൗതികത്തിലോട്ട് പോകും. അർത്ഥമുണ്ട്, ഉള്ളിൽ അർത്ഥമുണ്ടെന്ന് പറയണം. അത് എടുക്കണം മോശമൊന്നുമല്ല, ബട്ട് എന്തോ ഇങ്ങനത്തെ സിനിമകൾ കാണുമ്പോൾ എന്തോ നമുക്കൊരു സന്തോഷം. എനിക്ക് ഒരാൾ തിയേറ്ററിൽ പോയി ചിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല ഒരു നമുക്ക് രോമാഞ്ചിഫിക്കേഷൻ അതൊക്കെ വേറെ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു സിനിമ കണ്ട് ത്രൂ ഔട്ട് ഫണ്ണായിട്ട് ചിരിച്ചിരിക്കുക എന്നുള്ളത് ഒരു രസമാണ്. നമ്മുടെ കൂട്ടുകാരി പാർവതി ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഷീ ഓൾസോ ഡിഡ് വെരി വെൽ. സന്ദീപ് പ്രദീപിൻ്റെ പെയറായിട്ടാണ്. ഇവരൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഇപ്പോൾ സിനിമയിലെത്തി. ഐ എം സോ ഹാപ്പി മാൻ, സോ പ്രൗഡ് ഓഫ് യു ഓൾ. എന്താണെങ്കിലും എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഓണ ഫാമിലി ചിത്രം. എൻ്റെ കാഴ്ചപ്പാടിൽ ഈ പടം തൂക്കിയെന്നാണ് ഞാൻ പറയുന്നത്. ഭയങ്കര ഞാൻ പറയാം, നിങ്ങളൊരു മറ്റേ കമന്ന് ഇടുന്നു ചിരിച്ചു എൻ്റെ വയറ് വേനിക്കണം അതല്ല. അത്യാവശ്യം ചിരിക്കാനുള്ള കാര്യങ്ങളുണ്ട്, നല്ല കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, നല്ല കുറേ സിറ്റുവേഷൻസ് ഉണ്ട്, നല്ലൊരു പ്രണയമുണ്ട്, എന്താ പറയുക, നല്ല ഒരു എൻഡിങ് ഉണ്ട്. അങ്ങനത്തെ ഒരു സിമ്പിൾ ആൻഡ് ക്യൂട്ട് പൂക്കിപ്പടം ആയിട്ടാണ് എനിക്ക് ബത്ലഹേം കുടുംബ യൂണിറ്റ് തോന്നിയത്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞ് ഞാൻ പോണ കേട്ടോ. അടുത്തത് ടോസിക്കാണ്. ടോസിക് ഞാൻ ഇന്ന് ആലോചിക്കുന്നത് ഇംഗ്ലീഷ് കാണണോ കന്നഡ കാണണോ തമിഴ് കാണണോ എന്നാണ്. മലയാളം എന്തായാലും കാണില്ല. എന്തായാലും ഐ എം വെയിറ്റിംഗ് ഫോർ ദ പടം. പടം നന്നായാൽ അടിപൊളി എന്ന് തന്നെ പറയും. നമുക്ക് നോക്കാം എന്താണെങ്കിലും അടുത്തത് അതാണ്. അത് വരെ ഈ പടം നിങ്ങൾ പോയി കാണുക, എൻജോയ് ചെയ്യുക. ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെട്ടെന്ന് പറയുക, ഇല്ലാത്തവർ ഇല്ലെന്ന് പറയുക. അതാണല്ലോ ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ ആ ഇതും വെച്ചുകൊണ്ട് ഞാൻ പോണ്. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഫ്രം കോൾ മീ ഷസാം. എല്ലാവരും അടിപൊളിയായിരിക്കുക. സദ്യ കഴിക്കുമ്പോൾ എന്നെ ഓർക്കുക, പായസം കുടിക്കുമ്പോഴും എന്നെ ഓർക്കുക. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ നമ്മളെ പങ്കുവെക്കുക. ഭയങ്കര ഫോർമലായിപ്പോയില്ലേ? അപ്പോൾ എല്ലാത്തിനും നമ്മളെ വയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ബൈ.